ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി നിർദ്ദേശങ്ങൾ അതിവേഗം നടപ്പിലാക്കി പ്രത്യേക അന്വേഷണ സംഘം 2019 ദേവസ്വം ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് SIT പിടിച്ചെടുത്തു. സ്വർണം പൂശാൻ തീരുമാനിച്ച യോഗ വിവരങ്ങൾ അടങ്ങിയതാണ് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കോടതി ഇത് പിടിച്ചെടുക്കാൻ ഇന്നലെ ആവശ്യപ്പെട്ടത്. മനീഷ് മൊഹിപാൽ തിരുവനന്തപുരത്ത് നിന്നും തത്സമയം ചേരും. അതുപോലെ ഹൈക്കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ വിഷ്ണു സുരേഷ് കൂടി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആദ്യം മനീഷിലേക്ക്. മനീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിഷ്ണു സുരേഷ്. പറയൂ മനീഷ്, ശരിക്കും വളരെ ചടുല വേഗത്തിലാണല്ലോ SIT മിനിറ്റ്സൊക്കെ പിടിച്ചെടുത്തത്. ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ അവരത് പിടിച്ചെടുത്ത് കഴിഞ്ഞു. വിവരങ്ങൾ. SKN നിലവിൽ ശബരിമല 2019 സ്വർണ്ണ കവർച്ച മറച്ചു വെക്കാനാകണം ഇക്കൊല്ലവും സ്വർണം പൂശലിനുള്ള ചുമതല സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ഏൽപ്പിച്ചതെന്നും അതാണ് ഈ ദേവസ്വം ബോർഡിന്റെ ഇതുമായി ബന്ധപ്പെട്ട കോടതിയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം മിനിറ്റ്സ് 2019 ഈ രീതിയിൽ സ്വർണം പൂശാനായി ഈ സ്വർണം പൂശിയ പാളികൾ കൊടുത്തിട്ടുണ്ട് എന്ന രേഖകളുള്ള ഈ മിനിറ്റ്സ് പിടിച്ചെടുക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. കേവലം ഒരു ദ്വാരപാലക ശില്പങ്ങളിലോ അല്ലെങ്കിൽ പടികളിലോ മാത്രമായ അന്വേഷണം ഒതുങ്ങരുത്. ഇതിന്റെ പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ട് എന്ന് നേരത്തെ തന്നെ കോടതി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് താഴെയുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥർ, അതായത് കീഴുദ്യോഗസ്ഥരുടെ തലയിൽ ഉത്തരവാദിത്തം കെട്ടിച്ചുകൊണ്ടുള്ള ബോർഡിലെ ഏതെങ്കിലും ഉന്നതരെ രക്ഷിക്കാൻ അല്ലെങ്കിൽ അത്തരമുള്ള ആളുകൾ രക്ഷപ്പെട്ടുകൂടാ. അതുകൊണ്ട് ബോർഡിലെ ഉന്നതർക്ക് ഇതിനകത്ത് കൈ കഴുകാനാവില്ല. പ്രതിഷ്ഠയുടെ പവിത്ര വസ്തുക്കൾ മോഷ്ടിക്കപ്പെടുന്നതെന്ന് ഉറപ്പാക്കുന്നത് ബോർഡിലെ ഓരോരുത്തരുടെയും കൂട്ടുത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ബോർഡ് അംഗങ്ങൾക്ക്, പ്രത്യേകിച്ചും 2019 ബോർഡ് പ്രസിഡന്റിനും 2025 ഇപ്പോഴത്തെ ബോർഡ് പ്രസിഡന്റിനും വ്യക്തമായ പങ്ക് അതിലുണ്ട്. ഇതിൽ 2019 ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഈ കേസിലെ പ്രതി കൂടിയാണ്, പ്രതിപ്പട്ടികയിൽ ചേർത്തിട്ടുണ്ട്. പക്ഷേ 2025 ഈ കേസുമായി ബന്ധപ്പെട്ട് പങ്കില്ല എന്ന ഒരു നിലപാടാണെങ്കിൽ ആ ഒരു വാദമാണ് നിലവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉന്നയിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 2025 ബോർഡ് പ്രസിഡന്റുമാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് എന്ന് കണ്ടെത്തണമെന്നാണ് SIT കൊടുത്ത നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ വേഗത്തിലാണ് അന്വേഷണം പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെ ദേവസ്വം മിനിറ്റ്സ് പിടിച്ചെടുക്കുകയും വളരെ സുപ്രധാനമായ പല തീരുമാനങ്ങളും കൈക്കൊണ്ട ആ യോഗ തീരുമാനങ്ങൾ കൈക്കൊണ്ട മിനിറ്റ്സാണ് നിലവിൽ പിടിച്ചെടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം മറ്റൊരു തരത്തിൽ കൂടി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട സ്പോൺസർമാരായ നാഗേഷ് കൽപേഷ് അടക്കമുള്ള ആളുകളെ ഉടൻ കസ്റ്റഡി എടുക്കാനുള്ള തീരുമാനത്തിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തും. ഒപ്പം തന്നെ നേരത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ച ഇയാളുടെ കൂട്ടാളിയായിട്ടുള്ള അനന്തസുബ്രഹ്മണ്യത്തിന് ഈ കേസുമായി നേരിട്ട് പങ്കില്ല എന്നാണ് പ്രാഥമികമായ നിഗമനമെങ്കിൽ കൂടി ഇയാൾക്കും പല കാര്യങ്ങളും അറിയാമെന്ന് അന്വേഷണ സംഘം തീരുമാനിക്കുന്നുണ്ട്. നവംബർ 5 ഈ കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ഇതിന്റെ കാര്യങ്ങൾ വിലയിരുത്തണം, കോടതിയെ അറിയിക്കണം. നേരത്തെ ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ SIT സംഘം അറിയിച്ചത്. ഇടക്കാല റിപ്പോർട്ടിൽ വളരെ സുപ്രധാനമായ പല രേഖകളും ഉണ്ടായിരുന്നു എന്ന വിവരം പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ രഹസ്യ രേഖയായിട്ടാണ് ഇന്നലെ ഹൈക്കോടതി വിവരങ്ങൾ കൊടുത്തത്. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി SITക്ക് കൊടുത്ത നിർദ്ദേശം. അതായത് ഇതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ അടക്കം നിങ്ങൾ അന്വേഷിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കീഴുദ്യോഗസ്ഥരിൽ മനീഷ് മൊഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.